ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും അഡ്വക്കേറ്റ് അഞ്ജലി സീരിയലിന്റെ ഇന്നത്തെ നല്ലൊരു എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അങ്ങനെ നമ്മുടെ കുഞ്ഞപ്പൻ പറയണ്ട്, മധു നമ്മളിവിടെ വന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അഞ്ജലി ഒന്ന് കാണാനും സംസാരിക്കാനും. അത് നടന്നല്ലോ, ഇനി നമുക്ക് പോകാം എന്ന് പറയാണ്. ആ സമയത്ത് മധു പറയണ്ട്, അഞ്ജലി ഞങ്ങൾ നിന്നെ കാണാൻ വേണ്ടി വന്നതാ. അതിവിടുത്തെ കൊച്ചന്മാർക്ക് തീരെ പിടിച്ചില്ല. നിങ്ങളെ ഇവരറിയുന്നതിന് പറഞ്ഞോ? പറ മധു, നിങ്ങൾ ആരെങ്കിലും ഇവരെന്തിനു പറഞ്ഞോന്ന് കുഞ്ഞപ്പ പറയണ്ട്. അതൊക്കെ വിട അഞ്ജലി, ഞങ്ങൾ നിന്നൊന്ന് കാണാൻ വന്നു, കണ്ടു, സന്തോഷമായി, തിരിച്ചു പോകുവാണ് എന്ന് പറയാണ്. ശരി എന്ന് നമ്മൾ പോട്ടെ എന്ന് പറഞ്ഞിട്ട് കുഞ്ഞപ്പ നേരെ അനുപമയുടെ അടുത്തേക്ക് പോവാണ്. എന്നിട്ട് അനുപമ എടുത്ത് പറയണ്ട്, എടി അനുപമേ, നീയേ വന്ന സ്ഥലം മറന്നിപ്പോ ജീവിക്കണ നീ ഉണ്ടല്ലോ, നീ ശരി, നിന്നെ എന്നെ ഞങ്ങൾ കൊള്ളി വെച്ച് കഴിഞ്ഞതാണ്. നീ വരോടി എന്റെ മുമ്പിൽ ഈ ഒരു അവസ്ഥ നീ ഇനിയും നിൽക്കും എന്ന് മധുവും പറയുന്നുണ്ട്. അനുപമ എടുത്തിട്ട് അനുപമ ശരി അടി കിട്ടിയ പോലെ തോന്നുന്നുണ്ട്. അങ്ങനെ എല്ലാവരും കൂടി അവിടെ നിന്ന് ഓട്ടോറിക്ഷ കയറി തിരിച്ച് അവരുടെ രാജാജി നഗറിലേക്ക് തിരിച്ചു പോകാട്ടോ. അഞ്ജലിക്ക് വല്ലാത്ത വിഷമം തോന്നുന്നുണ്ട്. അഞ്ജലി വിഷമിച്ച് പൊട്ടിക്കരയാണ് ചെയ്യണത്. പിന്നീട് കാണിക്കുന്ന കുറുപ്പിനെയാണ്. കുറുപ്പ് ആരെ ഫോൺ ചെയ്യാണ്. അതേടോ അയാളെ തന്നെ. അതെ എന്റെ പിള്ളേരാടോ, താൻ പറഞ്ഞാ മതി, അവരിങ്ങ് വന്നോളും എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫോൺ വെക്കുമ്പോ കാർത്തിക്കും സേതുവും കൂടി നമ്മുടെ കുറുപ്പിന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. കാർത്തിക് ചോദിക്കുന്നുണ്ട്, അച്ഛനെ കാണാൻ വേണ്ടി ആ അനുപമ ചേച്ചി വന്നു എന്ന് കേട്ടല്ലോ, എന്താ അച്ഛാ അവര് പറഞ്ഞത്? അവർ അച്ഛനെ വെച്ച് മുതലെടുക്കുവാണ്, അച്ഛനത് മനസ്സിലാവുന്നില്ലേ, അവരൊരു വൃത്തികെട്ട സ്ത്രീയാണ് എന്നൊക്കെ പറയുമ്പോഴേക്കും സേതു പറയണ്ട്, അത് നിന്റെ അച്ഛനെ പറയാൻ മനസ്സിലാവിടാ, നിന്റെ അച്ഛനെ വെറും രാഷ്ട്രീയ ബുദ്ധി മാത്രമേ ഉള്ളൂ, ശരിക്കും പറഞ്ഞാൽ വേറൊരു ബുദ്ധി നിന്റെ അച്ഛനില്ല എന്ന് പറയുമ്പോ കുറിപ്പ് പറയണ്ട്, എടി സേതു, അതേടി നീ പറഞ്ഞ ശരി തന്നെയാണ്, എനിക്ക് രാഷ്ട്രീയ ബുദ്ധി തന്നെയാണ്, രാഷ്ട്രീയ ബുദ്ധി വെച്ചിട്ട് ഞാൻ ഇതെല്ലാം തന്നെ ഉണ്ടാക്കിയത്, നിന്റെ കഴുത്തിൽ കിടക്കുന്നതും കാതിൽ കിടക്കുന്നതും ഈ വീടും എല്ലാം എന്റെ ഈ രാഷ്ട്രീയ ബുദ്ധി കൊണ്ട് ഉണ്ടായതാണ്. നിങ്ങൾ പറഞ്ഞല്ലോ അനുഭവം പറഞ്ഞപ്പോഴേക്കും ഞാൻ എന്തിനോ ചാടി പുറപ്പെടാണെന്ന്, ഒരിക്കലുമില്ല. സത്യം പറഞ്ഞ അനുപമ എന്ന് പറഞ്ഞത് എനിക്ക് വെറും ഒരു കത്രികയാണ്, കത്രിക മാത്രം. അതായത് ആ വീട്ടിൽ നിന്ന് അഞ്ജലിയെ കട്ട് ചെയ്യാനുള്ള കത്രിക മാത്രം. അല്ലാതെ നിങ്ങൾ എന്താ വിചാരിച്ചത് അവള് പറഞ്ഞത് കേട്ട് ഞാൻ തുള്ളോന്നോ? ഒരിക്കലുമില്ല. എനിക്ക് വേണ്ടി അവളാണ് തുള്ളാൻ വേണ്ടി പോണത്. അവിടെ ഉണ്ടല്ലോ ആ രാഘവനുണിയുടെ വീട്ടില്, അതായത് ശംഖുചക്രത്തില് ഇന്ന് എന്തെങ്കിലുമൊക്കെ നടക്കും. അവിടെ ആരുടെയൊക്കെ തല ധരിക്കുന്നു ഒന്നും ഇപ്പൊ പറയാൻ പറ്റില്ല. നിങ്ങൾ എന്തുദ്ദേശിച്ച മനുഷ്യ ഇത് സേതു പറയുമ്പോ നമ്മുടെ കുറിപ്പ് പറയുന്നുണ്ട്, അടി ഞാൻ ഉദ്ദേശിക്കാൻ പോണതൊക്കെ നടക്കാൻ പോകുന്നേ ഉള്ളൂ. നീ നോക്കിക്കോ, ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് നമ്മുടെ മകൾക്ക് വേണ്ടിയിട്ടാ, അവൾക്ക് വേണ്ടി, അവൾ ആഗ്രഹിച്ച ജീവിതം സ്വപ്നം കണ്ടു നടക്കുന്ന അവൾക്ക് വേണ്ടി മാത്രം ഞാൻ ഇതെല്ലാം ചെയ്യണത്. അതിന് നിങ്ങൾ പറഞ്ഞ അനുപമ ഉണ്ടല്ലോ, അവളൊന്നും എനിക്ക് ഒന്നുമില്ല. അവളെ അവളുടെ അനിയത്തി അഞ്ജലിനേക്ക് ഞാൻ നേരത്തെ പാഠം പഠിപ്പിച്ചതാ. അവളുടെ ഒരു ബന്ധു ജയിലിൽ കിടക്കുന്നുണ്ടല്ലോ, എപ്പോഴെങ്ങനെ പുറത്തിറങ്ങിയോ? ഇല്ലല്ലോ. അതെല്ലാം നിങ്ങൾ ഈ പറഞ്ഞ രാഷ്ട്രീയ ബുദ്ധി കൊണ്ട് ഞാൻ നേടിയതാണ്, ഇനിയും ഞാൻ പലതും ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ കുറിപ്പ് അവിടെ നിന്ന് പോവാട്ടോ. അത് കേൾക്കുമ്പോ സേതുവിനും കാർത്തിക്കിനും ടെൻഷനൊക്കെ ആവുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ എന്താണ് അർജുനെയാണ്. അർജുനാണെങ്കിൽ ആകെ ചീറിപ്പാഞ്ഞ് വീട്ടിലേക്ക് വന്നിരിക്കാട്ടോ. വീട്ടിലേക്ക് വരുമ്പോ തന്നെ അവിടെ നേരെ കാണുന്നത് നമ്മുടെ നന്ദിനിയും ഇന്ദുവും കൂടി അവിടെ ഇരുന്നിട്ട് എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ദു ഫോണിൽ കുത്തിക്കൊണ്ടും ഇരിക്കുന്നുണ്ട്. അവരാണ് വരാതിലിരിക്കുന്നത് കേട്ടോ. അർജുൻ വേഗം അകത്തേക്ക് കയറാൻ പോകുമ്പോഴേക്കും വേഗം തന്നെ നന്ദിനി വിളിക്കണ്ട്, ഹലോ കർഷകശ്രീ, അവിടെ നിന്ന് എവിടേക്കാ ഈ ഓടിപ്പാന് പോണത്? അഞ്ജലി എവിടെ? അതുകൊള്ളാലോ, അഞ്ജലിനെയാണോ നീ ഞങ്ങളെ തന്നെ രക്ഷിക്കണം? അവളകത്തെങ്ങാനും കാണും. നിങ്ങൾ അവളെ പറഞ്ഞു വിട്ടോ എന്ന് പറയുമ്പോഴേക്കും ഇന്ദു പറയണ്ടേ, ഞങ്ങൾ എവിടെ പറഞ്ഞു വിടാനാ, ഇതുവരെ പറഞ്ഞു വിട്ടൊന്നുമില്ല, പക്ഷെ അവൾ ഇവിടുന്ന് ആരുടെ കൂടെ ഇറങ്ങിപ്പോയോ എന്നൊന്നും ഞങ്ങൾക്കറിയില്ല. ഇന്നലെ നിന്റെ കൂടെയാണ് ഇവിടേക്ക് വന്നത്, ഇനിയിപ്പോ നാളെ ആരുടെ കൂടെയാണ് പോണെന്നൊന്നും ഞങ്ങൾക്ക് പറയാൻ പറ്റില്ലല്ലോ, എല്ലേ എടുത്തി എന്ന് പറയുമ്പോ നന്ദിനി ഇങ്ങനെ പൊച്ചത്തോടെ ചിരിക്കുന്നുണ്ട്. നിന്റെ പ്രിയപ്പെട്ട ഭാര്യ ഉണ്ടല്ലോ, അവളോട് രാഘവേട്ടൻ നല്ലൊരു ജോലി പറഞ്ഞിട്ടുണ്ട്, വെടിപ്പായിട്ട് ചെയ്യാനിട്ട്, ഇത് ഉച്ചഭക്ഷണം എല്ലാം അവളോട് ഉണ്ടാക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് വെടിപ്പായിട്ട് ചെയ്യാൻ പറ ആദ്യം നിന്റെ പ്രിയ പത്നിയെടുത്ത് എന്ന് പറയാണ്. അല്ല അനുപമ എടുത്തി എവിടെ എന്ന് ചോദിക്കുമ്പോഴേക്കും എന്ത് ചോദിക്കണ്ടേ, അല്ല നിനക്ക് ശരിക്കും അഞ്ജലിനെയാണോ അനുപമേനെയാണോ കാണേണ്ടത്? രണ്ടും കുപ്പത്തൊട്ട് തന്നെ. എന്തു ശരിയമ്മേ എന്ന് ചോദിക്കുമ്പോ അതേടാ ഞാൻ പറഞ്ഞതാ സത്യമല്ലേ. അനുപമ ഒരു കുപ്പത്തൊട്ടിയാണ്, അവളുടെ അനിയത്തിയിലെ അഞ്ജലി അവളും കുപ്പത്തൊട്ടി തന്നെ. നീ പറഞ്ഞ രണ്ട് കുപ്പത്തൊട്ടികളും അകത്തുണ്ട് എന്ന് ഉച്ചത്തോടെ പറയാണ് ഇന്ദു. അർജുൻ വേഗം തന്നെ അകത്തേക്ക് കയറാണ്. ആ സമയത്ത് നമ്മുടെ ദീപ്തി നിത്യയും കൂടി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അവിടെ അടുത്തേക്ക് വേഗം അർജുൻ പോയിട്ട് ചോദിക്കേണ്ട, അഞ്ജലി എവിടെ? അഞ്ജലി ചേച്ചി മുകളിലുണ്ടല്ലോ ബാൽക്കണിയില്, ഞങ്ങളെ സംസാരിക്കാൻ വേണ്ടി പോയി, ആകെ വിഷമത്തിലാള്, ഞങ്ങളെ പറഞ്ഞതൊന്നും ആള് കേട്ടേ ഇല്ല. ശരി ഞാൻ സംസാരിച്ചോളാം എന്ന് പറഞ്ഞിട്ട് അർജുൻ നേരെ മുകളിലേക്ക് പോവാട്ടോ.
അർജുൻ പോയി കഴിയുമ്പോഴേക്കും ദീപ്തി നിത്യ പറയണ്ട്, ഇവര് ഭയങ്കര പ്രശ്നത്തിലാണല്ലോ, തുടക്കത്തിൽ തന്നെ ഇത്ര പ്രശ്നമായ ശരിയാവില്ലല്ലോ നിത്യേ എന്ന് ദീപ്തി പറയുമ്പോ അതേ ചേച്ചി എന്ത് ചെയ്യാനാ എന്ന് പറഞ്ഞിട്ട് അവരെല്ലാരും അപ്പുറത്തേക്ക് പോവാട്ടോ. അഞ്ജലി ബാൽക്കണിയിൽ എന്തൊക്കെയോ ആലോചിച്ചോണ്ടിരിക്കുകയാണ്. അഞ്ജലിയുടെ അടുത്തേക്ക് അർജുൻ വരുന്നുണ്ട്. അഞ്ജലി, താനിത് എവിടെയായിരുന്നു? എത്ര വർഷം ഞാൻ തന്നെ വിളിക്കുന്നത്, തന്നെ എന്തിനു സംഭവിച്ചു എന്ന് ഞാൻ ആകെ പേടിച്ചു പോയി. എന്ത് സംഭവിക്കാൻ? ഇതിൽ കൂടുതൽ ഇനി എന്ത് സംഭവിക്കണം? അഞ്ജലിനെ വിളിക്കല്ലേ? ഞാനിപ്പോ അഡ്വക്കേറ്റ് അഞ്ജലി, വെറും അഞ്ജലി എന്നല്ല, വെറും അടുക്കളക്കാരി അഞ്ജലി. ഞാൻ ഈ വീട്ടിൽ ആദ്യമായിട്ട് കയറി വന്നപ്പോ പാലും പഴവും തന്ന് രാഘവനുണ്ണി ഒരു കാര്യം പറഞ്ഞിരുന്നു, ഇനി മുതൽ അഞ്ജലിയുടെ സ്ഥാനം ഈ അടുക്കള വാദിക്കലാണെന്ന്. അതെ, ഇന്നും എന്നോട് അതേ ഡയലോഗ് പറഞ്ഞു. അർജുനൊന്ന് കാണണം, നേരിട്ട് യാത്ര പറയണമെന്ന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ടാ ഞാൻ ഇവിടെ നിന്നത്. അല്ല, താനിത് എവിടേക്ക് പോകുന്ന കാര്യം പറയുന്നത്? ഞാൻ പോകുവാണ്, എനിക്കിവിടെ നിൽക്കേണ്ട ഒരു കാര്യമില്ല, ഞാൻ തിരിച്ചു പോകുവാണ്. എടോ അഞ്ജലി, ഞാൻ പറയുന്നത് താനൊന്ന് കേക്ക്. താൻ എവിടേക്കാ പോവാൻ പോണത്? എനിക്ക് എന്തായാലും ഇവിടെ നിന്നിട്ട് ഒന്നും ചെയ്യാനൊന്നും വയ്യ. ഓരോരുത്തരുടെ ആട്ടും തുപ്പും വർത്തമാനവും ഒന്നും കേൾക്കാൻ എനിക്കിനി വയ്യ. ഞാൻ പോകുവാണ്. അർജുനെ കണ്ട് യാത്ര പറഞ്ഞു തോന്നി, അത്രമാത്രം. ഇനി അർജുന്റെ വഴി, എനിക്ക് എന്റെ വഴി. ആദ്യം ഞാൻ ഈ വീട്ടിലേക്ക് ഒരു പ്രാവശ്യം വന്നിരുന്നു, അവിടെ നിന്ന് ഞാൻ ഇറങ്ങിപ്പോയി. രണ്ടാമത്തെ പ്രാവശ്യം വീണ്ടും പ്രതീക്ഷയോടെ വന്നു, വീണ്ടും ഞാൻ ഇറങ്ങിപ്പോവാണ്. ഇനി ഒരിക്കലും ഈ വഴിക്ക് വരില്ല. ഇനി അർജുൻ നന്നായിട്ട് ജീവിക്ക്, ബെസ്റ്റ് ഓഫ് ലക്ക് എന്ന് പറഞ്ഞിട്ട് അഞ്ജലി അവിടെ നിന്ന് ഇറങ്ങാൻ പോകുമ്പോ എടോ നിക്ക് എന്ന് അർജുൻ പറയുന്ന സമയത്ത് തന്നെ അർജുന് മൊബൈൽ ബെല്ലടിക്കാട്ടോ. അർജുൻ നോക്കുമ്പോഴേക്കും ആര്യയുടെ കോളാണ് വരുന്നത്. ആര്യയാണല്ലോ എന്ന് പറയുമ്പോഴേക്കും അഞ്ജലി അവിടെ നിൽക്കുവാട്ടോ. അർജുൻ ഫോൺ എടുക്കുന്നുണ്ട്. ഹലോ ആര്യ. അർജുൻ, അഞ്ജലി ഉണ്ടോ അവിടെ? ഉണ്ടല്ലോ. അവൾ എത്ര പ്രാവശ്യം ഞാൻ വിളിക്കുന്നത്, ഒന്ന് ഫോൺ അവൾക്ക് കൊടുക്കാവോ? കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് അർജുൻ ഫോൺ അഞ്ജലിക്ക് കൊടുക്കാണ്. ഹലോ ആര്യേച്ചി, പറ ആര്യേച്ചി, നീ ഞാൻ എത്ര പ്രാവശ്യം അഞ്ജലി വിളിക്കുന്നത്? ഞാനാകെ ടെൻഷനായി പോയല്ലോ. എന്തിന്? അല്ല, അവിടെ നിനക്ക് ഇതിൽ പ്രശ്നമുണ്ടോ? ഇവിടെ ഒരു പ്രശ്നമില്ല ചേച്ചി, പക്ഷെ ഞാനായിട്ട് ഇവിടുന്ന് ഇറങ്ങി വരാൻ വേണ്ടി പോകുക. ഒരിക്കലും പാടില്ല. നീ എന്തൊക്കെയാ മോളെ പറയണത്? സാധാരണ വിവാഹം നടന്നാൽ പോലും പല പ്രശ്നങ്ങളും ഭർത്താവിന് വീട്ടിൽ പെണ്ണുങ്ങൾക്ക് ഉണ്ടാകും. അതൊക്കെ കുറെയൊക്കെ നമ്മൾ കണ്ടില്ലെന്നും കേട്ടില്ലെന്നും ക്ഷമിച്ചും സഹിച്ചൊക്കെ നടക്കണം. അല്ലാതെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായ അപ്പൊ തന്നെ ഓടി വരാനാണ് നിൽക്കേണ്ടത്. ഇത് നീ സെലക്ട് ചെയ്ത ജീവിതമാണ്, നിനക്കിതിലൊരു സെക്കൻഡ് ചോയ്സ് ഇല്ല. അമ്പാടി ഇവിടെ ഒന്ന് പറഞ്ഞപ്പോ ആകെ ടെൻഷനായി പോയി. അമ്പാടിയോ? അമ്പാടിയുടെ ഒന്ന് വരുന്നോ? എന്താ പറഞ്ഞത്? ഒന്നുമില്ല, നിനക്കെന്തിനു സംഭവിച്ചു എന്നൊക്കെ ഒരു ടെൻഷന് എല്ലാവർക്കും. ആ സമയത്ത് നിന്റെ അച്ഛനോട് എന്താ പറഞ്ഞെന്നറിയാവോ? അഞ്ജലി ഒരു അടഞ്ഞ അധ്യായമാണ്, അവളുടെ ഭർത്താവിന്റെ വീട്ടിലാണ്, അവൾ അന്വേഷിച്ചിനി ഇവിടെ വരണ്ട എന്നൊക്കെ അമ്പാടി എടുത്ത് അമ്മാവും പറഞ്ഞത്. അതൊക്കെ കേൾക്കുമ്പോ അഞ്ജലി പൊട്ടിക്കരയാട്ടോ. അഞ്ജലി എടുത്ത് ആരും ചോദിക്കണ്ട മോളെ, നീ വിഷമിക്കല്ലേ, നീ എന്തിനാ ഫോൺ സ്വിച്ച് ഓഫ് ആക്കണത്? അത് ഞാൻ ആക്കണതാ ചേച്ചി, ഇനി ആക്കരുത്, സ്വിച്ച് ഓഫ് ആക്കരുത്. ധൈര്യത്തോടെ എല്ലാവരോടും സംസാരിക്കണം. ആ വീട്ടിൽ നീ നിൽക്കണം, അത് നിന്റെ ഭർത്താവിന്റെ വീടാ, അവിടെയാണ് നിന്റെ ഇനിയുള്ള ജീവിതം. അത് പറയാൻ വേണ്ടി കൂടിയിട്ടാ ഞാൻ അങ്ങോട്ട് വിളിച്ചത് എന്ന് പറഞ്ഞിട്ട് ആര്യ ഫോൺ വെക്കാണ്. അഞ്ജലി അത് കേട്ട് ആകെ വിഷമിച്ച് പൊട്ടിക്കരഞ്ഞ് അവിടെ നിൽക്കുവാട്ടോ. അഞ്ജലിക്ക് എവിടെയും പോകാൻ പറ്റാത്ത അവസ്ഥ. പിന്നീട് കാണിക്കണ ഇന്ദിരേനെയാണ്. ഇന്ദിര പെറുപുറത്തോണ്ട് വീട്ടിലേക്ക് കേറി വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയണ്ടും, ആ മഹിളാ സമാജത്തെ മേയറിനോട് ഞാൻ ഒരു 10,000 രൂപ കടം ചോദിച്ചു, അവരെന്നെ പട്ടിപ്പണി എടുപ്പിക്കപ്പോ. അത് കേൾക്കുന്ന ആരും ചോദിക്കണ്ട്, അമ്മ എന്തിനാ 10,000 രൂപ മേയറിനോട് കടം ചോദിച്ചത്? അത് കൊള്ളാലോ, എല്ലാം നിനക്ക് വേണ്ടിട്ടാ പെണ്ണെ. എനിക്ക് വേണ്ടിട്ടോ? എനിക്ക് വേണ്ടി എന്തിനാ? എടി, ആ സരിഗമ ഓഡീഷന് പങ്കെടുക്കാൻ വേണ്ടി നിനക്ക് പൈസ കൊടുക്കാന്ന് പറഞ്ഞില്ലേ, അതിനു വേണ്ടി. അമ്മ അവര് ഉടായ്പാണ്. അതൊക്കെ നിനക്ക് പറയാം, എനിക്കങ്ങനെ തോന്നിയിട്ടൊന്നുമില്ല. എന്തായാലും ആ സരിഗമ ഓഡീഷന് ഞാൻ 10,000 രൂപ കൊടുക്കും. നിന്റെ ഇരിപ്പും നിൽപ്പും അതുപോലെ തന്നെ ഈ പാട്ടുപാടിലൊക്കെ ഒരു നല്ല ഒരു ഇതാക്കിയിട്ട് ഞാൻ നല്ല രീതിയിൽ തന്നെ വോട്ട് ചെയ്യിപ്പിക്കുക ആൾക്കാരെ കൊണ്ട്. SMS നീ ജയിക്കോട് പെണ്ണെ, നീ ഒന്നും അറിയേണ്ടത് വേണ്ടോ. ഇന്ദിര അകത്ത് കയറി പോവാണ്. ആ സമയത്താണ് നമ്മുടെ ആര്യക്ക് ഒരു അൺനോൺ നമ്പറിൽ കോൾ വരുന്നത്. ആര്യയോട് ചോദിക്കണ്ടേ, അതെ ഇപ്പൊ പാട്ടൊന്നും കാണാറില്ല ആര്യ മേഡം, തനിക്ക് എന്താണോ കുറെ നേരം തന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്? തനിക്ക് വേറെ പണിയൊന്നുമില്ലേ? തന്റെ അസുഖം എന്താണെന്നൊക്കെ മനസ്സിലാകുന്നുണ്ട്, അതിന് ആര്യനെ കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ആര്യ ദേഷ്യത്തിൽ ഫോൺ കട്ട് ചെയ്യുന്ന ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീർന്നു കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.